പൊങ്കാലയ്ക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായാൽ അത് നടി ചിപ്പി ആയിരിക്കും. അതിലൊരു സംശയവുമില്ല. ആര് പൊങ്കാല ഇട്ടാലും ചിപ്പി പൊങ്കാല ഇട്ടാൽ മാത്രമേ പൊങ്കാലയായി എന്ന് മലയാളികൾ വിശ്വസിക്കുകയുള്ളൂ. വർഷങ്ങളായി അത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണത്തെ ചിപ്പിയുടെ പൊങ്കാല സമർപ്പണം നോക്കാം. ഇപ്പോഴും സ്ഥിര സാന്നിധ്യമാണെന്ന് അറിയാം. ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്, ഒരുപാട് സന്തോഷം. എല്ലാവരും പൊങ്കാല ഇടാൻ വന്നിട്ടും ഇവിടെ വന്ന് കാണാനൊക്കെ വരുന്നുണ്ട്. വലിയ സന്തോഷം. ഇതിപ്പോ എത്രാമത്തെ വർഷമായിട്ട് ചേച്ചി? ഒരുപാട് വർഷമായി. ശരിക്കും അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ തൊട്ടേ ഇടുന്നതാണ്. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തൊട്ട് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ടല്ല, വരുന്നു. അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്തൊക്കെയാ അർപ്പിക്കുന്നത് അമ്മയ്ക്ക്? ഇന്ന് പൊങ്കാല, ശർക്കര പൊങ്കാലയുണ്ട്, വെള്ള പൊങ്കാല, പിന്നെ പയർ. 8 മണി തൊട്ടൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുകയാണ്. ചിപ്പി ചേച്ചി ഒന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്ന് പറയണം ഇറങ്ങി വരാനെന്നൊക്കെ. അപ്പോൾ ഈ സ്നേഹം കാണുമ്പോൾ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നാമത് വർക്കുകൾ ചെയ്യുന്നില്ല. അപ്പം ഇപ്പോൾ തന്നെ ഒരു 2 വർഷമായി ഒന്നും വർക്കൊന്നും മീൻസ് സാന്ത്വനമാണ് ലാസ്റ്റ് ചെയ്തത്. സാന്ത്വനം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടും അതേ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. അതിലൊരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ആറ്റുകാൽ ദേവിയെ കാണാൻ കാത്തു നിൽക്കുന്നത് പോലെയാണ് ചിപ്പിയെ കാണാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ളത്. അയ്യോ, ഞാനെന്താ പറയാ, സ്നേഹത്തിന് സന്തോഷം, നന്ദി. ആ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പൊങ്കാലയുടെ ഒരു മുഖമായി മാറിയിട്ടുണ്ട് നടി ചിപ്പി എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ഈ പൊങ്കാല ദിവസം ഉറ്റുനോക്കുന്ന ഒരു ദിവസം ചിപ്പി പൊങ്കാല ഇട്ടോ എന്ന് അറിയാനൊരു കൗതുകമാണ്. കാരണം കുറേ കാലമായി അത് നമ്മൾ കാണുകയാണല്ലോ.